വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷം? ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട മമ്പുറം തങ്ങൾ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ഇന്നലെ നടന്ന സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അത് നിങ്ങളെ കൂടി അറിയിക്കുവാൻ വേണ്ടിയാണ്. ഇന്നലെ നടന്ന സമാപന പ്രാർത്ഥന സദസ്സിന് സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകി. ആ മക്കാമ് അങ്കണത്തിൽ നടന്ന ആ ഒരു പ്രാർത്ഥനാ സദസ്സിന് അതിൽ പ്രിയപ്പെട്ട തങ്ങളോടൊപ്പം ആ സമാപന ദുആയിൽ പങ്കാളിയാവാൻ സാധിച്ചതിലുള്ള സന്തോഷം അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇതിനു മുമ്പായി ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ സമാപന പരിപാടിയാണ് ഇന്നലെ അവിടെ നടന്നത്. രാവിലെ 8 മണിക്ക് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലെ 8 മണിക്ക് അന്നദാന കർമ്മം നിർവഹിച്ച് തുടക്കമിട്ട ഇന്നലത്തെ ദിനം ഉച്ചയ്ക്ക് 1:30 മണിക്ക് ആരംഭിച്ച സമാപന പ്രാർത്ഥനാ സദസ്സ് മൗലൂദ് പാരായണത്തോടുകൂടി സമാപിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ആ പരിപാടി സംബന്ധിച്ചാൻ കഴിയുന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുമ്പിൽ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട മമ്പുറം തങ്ങളെക്കുറിച്ച് ഇന്നലെ സുപ്രഭാത ദിനപത്രത്തിൽ ഷാഫി ഹാജി ചെമ്മാട് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പ്രിയപ്പെട്ട തങ്ങളെക്കുറിച്ച് കുറഞ്ഞ വാക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വിദ്വേഷ രാഷ്ട്രീയവും വർഗീയ ചിന്തകളും ഊതിപ്പിടിപ്പിച്ച് പൊതുസമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ചിലർ കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സാമൂഹിക പരിഷ്കർത്താവും ആത്മീയാചാര്യനുമായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. മലബാറിലെ മത സാമൂഹിക നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒപ്പം ജാതി മത വകതിരിവുകളില്ലാതെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിന് ഭൗതികവും ആത്മീയവുമായ അധ്യാപനങ്ങൾ പകരുകയും ചെയ്ത മാതൃകാ പുരുഷനായിരുന്നു മമ്പുറം തങ്ങൾ. പുതിയ കാലത്തിൻ്റെ മടിത്തട്ടിലിരുന്ന് നമ്മൾ സഹിഷ്ണുതയും വിമോചനവും തുല്യതയും ചർച്ച ചെയ്യുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തിരൂരങ്ങാടി എന്ന ചരിത്രദേശം കേന്ദ്രീകരിച്ച് ഐത്തോച്ചാടനവും മാനവ സ്നേഹവും അധിനിവേശ പ്രതിരോധവുമൊക്കെയായി അദ്ദേഹം യാഥാർത്ഥ്യമായി. ഹൈന്ദവ സമുദായത്തിൽ നിലനിന്നിരുന്ന അനവധി ദുരാചാരങ്ങളെ നിശിതമായി അപലപിച്ച മമ്പുറം തങ്ങൾ സവർണ മാടമ്പികളുടെ അക്രമത്തെ ചെറുക്കാനും അധസ്ഥിതരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി തെരുവിലിറങ്ങാനും കീഴാളർക്ക് പ്രചോദനമേകി. ജാതി വ്യവസ്ഥയും കുടിയന്മാരോടുള്ള ജന്മി മേൽക്കോയ്മയും അരങ്ങുവാണിരുന്ന അവസരത്തിലാണ് തങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ടുതന്നെ മുസ്ലിങ്ങളെപ്പോലെ സാമുദായിക പീഡനങ്ങൾക്കിരയായിരുന്ന ഇതര മതവിഭാഗങ്ങളും തങ്ങളെ സ്വീകരിച്ചു. ഫ്യൂഡൽ അധികാരവർഗത്താൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന അവരെ തങ്ങൾ ചേർത്ത് പിടിച്ചു. അയ്യങ്കാളിക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സാഹോദര്യ മുഖമുദ്രയാക്കി സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ. മുസ്ലിം സമൂഹത്തിൻ്റെ പരമോന്നത നേതാവായിരിക്കെ തന്നെ മമ്പുറം തങ്ങളുടെ കാര്യസ്ഥൻ കോന്തുനായർ എന്ന ഹൈന്ദവ പ്രമാണിയായിരുന്നു. നൂറ്റാണ്ടുകളായി മുന്നിയൂർ കളിയാട്ടമുക്കിലെ കോഴിക്കളിയാട്ടത്തിന് ഇടവമാസം വെള്ളിയാഴ്ച എന്ന തീയതി നിശ്ചയിച്ചു നൽകിയതും തങ്ങളായിരുന്നു. ഇസ്ലാമിക ഗുരുപരമ്പരകൾ അന്തിയുറങ്ങുന്ന യമനിലെ ഹലർമൗത്തിലെ തെരീമിൽ നിന്ന് അതിഥിയായി കേരളക്കരയിലെത്തിയ പരക്കെ ആദരവും അംഗീകാരവും നേടിയ സയ്യിദ് വംശജനായിട്ടുകൂടിയാണ് തദ്ദേശീയരുടെ പോരാട്ടവും അതിജീവനവും തൻ്റേതു കൂടിയാണെന്ന് കണ്ട് പോർച്ചുഗീസ്
കടന്നുകയറ്റത്തിനെതിരെ യുദ്ധമുഖത്ത് സധൈര്യം നിലകൊണ്ട് അണികൾക്ക് ഊർജം പകർന്നു പ്രിയപ്പെട്ട തങ്ങൾ. അധിനിവേശ സാമ്രാജ്യത്വ ശക്തികളുടെ തേരോട്ടത്തിൽ സാമൂഹികപരമായും സാംസ്കാരികപരമായും തകർന്ന സമൂഹത്തിന് തങ്ങളുടെ രാഷ്ട്രീയവും ആത്മീയവുമായ നേതൃത്വം ചെറുതല്ലാത്ത ആശ്വാസമാണ് നൽകിയത്. സർവ്വമതസ്ഥർക്കിടയിലും അദ്ദേഹം സ്വീകാര്യനായിരുന്നു. നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ വഴവ് കാലേക്കൂട്ടി കണ്ടറിഞ്ഞിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ. അത് സമുദായത്തിൽ സൃഷ്ടിച്ചേക്കാവുന്ന വിനാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മത സാമൂഹിക രംഗത്ത് ക്രിയാത്മക പ്രവർത്തനങ്ങൾ നടത്തിയ യുഗപുരുഷൻ്റെ പാവന സ്മരണകൾ ഉയർത്തുന്നതാണ് ഓരോ വർഷവും മുഹറം 1 മുതൽ 8 കൂടിയ ദിനരാത്രങ്ങളിൽ മമ്പുറത്ത് നടക്കുന്ന ആണ്ടുനേർച്ച. ആ മഹൽ ജീവിത ചിന്തകൾ ദേശവ്യാപകമാക്കാനുള്ള ദൗത്യത്തിലാണ് മക്കാം നടത്തിപ്പുകാരായ ദാറുൽ ഹുദ കുടുംബം. ദാറുൽ ഹുദ പ്രഖ്യാപിച്ച പഠന മേഖലയിലെ പുതിയ ചുവടുവയ്പായ മമ്പുറം തങ്ങൾ ഹെറിറ്റേജ് സെൻറ്ററും അനുബന്ധ പ്രവർത്തനങ്ങളും വിജയകരമായി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യം കൂടി സാന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തുകയാണ്. ജാതി വ്യവസ്ഥയും കുടിയന്മാരോടുള്ള ജന്മി മേൽക്കോൽമയും അരങ്ങുവാണിരുന്ന അവസരത്തിലാണ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെപ്പോലെ സാമുദായിക പീഡനങ്ങൾക്കിരയായിരുന്ന ഇതര മതവിഭാഗങ്ങളും തങ്ങളെ സ്വീകരിച്ചു. പ്രിയപ്പെട്ട ഷാഫി ഹാജി ചമ്മാട് എഴുതിയ ലേഖനം അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ഏതായാലും ഇന്നലെ 3-ാം തീയതി നടന്ന സമാപന ഒരു പ്രാർത്ഥനാ സദസ്സിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. നമ്മളെ ഇടക്ക് സമയങ്ങളിലൊക്കെ നമ്മൾ പ്രിയപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മക്കാം സിയാറത്ത് നടത്താനും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി ആ ഒരു ഉറൂസ് സമയത്ത്, നേർച്ച സമയത്ത്, അതിൻ്റെ സമാപനത്തിൽ നേരിട്ട് സംബന്ധിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ചരിത്രം നമുക്ക് കേട്ട പോലെ തന്നെ ഇതര മതവിഭാഗക്കാരും എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു സദസ്സാണ് ഇന്നലെ അവിടെ നടന്നത്. പ്രത്യേകമായി മറ്റ് മതവിഭാഗക്കാർക്ക് മക്കാമിലേക്ക് പോകാനുള്ള പ്രത്യേക വഴി അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ സ്ത്രീകൾക്കൊക്കെ പ്രത്യേക വഴി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് മക്കാമിലേക്ക് എല്ലാവർക്കും മക്കാമിനോട് ചേർന്ന് മറ്റ് ഇതര മതവിഭാഗക്കാർക്കൊക്കെ ചെന്ന് കയറാനും അവരുടെ കാര്യങ്ങൾ പറയാനുമൊക്കെയുള്ള അവസരം അവിടെ മക്കാമിൻ്റെ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന അതിൻ്റെ പ്രവർത്തകർ ഭാരവാഹികൾ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇന്നലെ അവിടെ വളരെ കൃത്യമായി തന്നെ വളരെ സമാധാനപരമായി വളരെ അച്ചടക്കത്തോടു കൂടി, പ്രത്യേകിച്ച് നിയമപാലകരുടെ സജീവ സാന്നിധ്യത്തോടു കൂടി കൃത്യമായി തന്നെ ഭക്ഷണ വിതരണവും വളരെ കൃത്യമായി തന്നെ 1,00,000-ലധികം ഭക്ഷണപ്പൊതികൾ ഇന്നലെ അവിടെ വിതരണം നടന്നു എന്നാണ് ഇന്നത്തെ നമ്മുടെ വാർത്താമാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. 350ഓളം ചാക്ക് അരി വെച്ച് നെയ്ച്ചോറ് ഭക്ഷണം അവിടെ വിതരണം ഇന്നലെ നടന്നു. അതിൽ പങ്കാളിത്തം വഹിക്കാനും ആ ഭക്ഷണത്തിൽ കുറച്ച് നമുക്കും വീട്ടുകാർക്കും അതിൽ നിന്ന് ഭക്ഷിക്കാനൊക്കെ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പ്രഗത്ഭ വ്യക്തിത്വമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം കഴിഞ്ഞിരുന്ന വീടൊക്കെ ഈ മക്കാമിനോട് ചേർന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന ആ വീടൊക്കെ നമുക്ക് കാണാൻ കഴിയും അവിടെ സിയാറത്ത് ചെയ്യാൻ ചെല്ലുമ്പോൾ. അതിനോടനുബന്ധിച്ച് അവിടുത്തെ ദാറുൽ ഹുദ വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധദാനവുമൊക്കെ ഇതിനോട് മുമ്പായിട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രഭാഷണങ്ങളും അങ്ങനെ ഒരുപാട് പരിപാടികൾ മുഹറം 1 മുതൽ 8 വരെ നടക്കുന്ന പരിപാടികൾ. ഇന്നോ വെള്ളിയാഴ്ച അസർ നിസ്കാരാനന്തരം ഇന്നും ഒരു പ്രാർത്ഥനാ സദസ്സ്
സംബന്ധിച്ച് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടെ സമാപനം കുറിക്കുകയാണ്. ഏതായാലും പ്രിയപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങളോടൊപ്പം പടച്ച തമ്പുരാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ആ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.